അങ്കമാലിക്കാർക്ക് മാങ്ങാക്കറി പോലെ കോഴിക്കോടുകാർക്ക് ബിരിയാണി പോലെ ഞങ്ങൾ ഇടുക്കക്കാരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് കേട്ടോ ഈ ഉണക്കറച്ചി അഥവാ ഇടിയിറച്ചി. ഇത് കാണുന്ന ഇടുക്കിക്കാർ ചിന്തിക്കുന്ന കാണും, എന്തായിപ്പോ ഇതിന്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേന്നല്ലേ? അതെ, ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് മമ്മി കണ്ടുപിടിച്ച ഒരു കുറുക്കുഴിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെറിയ പീസുകളാക്കി ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ വറക്കാനും ചതച്ചെടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്നറിയാവോ? ഈ ഉണങ്ങിയ ഇറച്ചി ചെറിയ കനലിലിട്ട് ഒന്ന് ചുട്ടെടുക്കും, എന്നിട്ട് അരകല്ലും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ ഇടിച്ച് ചതച്ചെടുക്കും. എന്നിട്ടായിരുന്നു കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തെടുത്തോണ്ടിരുന്നത്. ഹോ, അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് ആദ്യം ഇറച്ചി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കും. പിന്നീട് ആ ഇറച്ചി എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കും. ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കും. എന്നാന്ന് പറഞ്ഞാലും ഇച്ചിരി ഉണക്കറച്ചി ഉണ്ടെങ്കിൽ ഒരു കറിയായി. പണ്ടൊക്കെ ഈ ഉണക്കറച്ചി ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ ഈ നാട്ടുമ്പുറത്തൊക്കെ പങ്ക് കൂടുക എന്ന് പറയും. അങ്ങനെയൊക്കെ കുറെ ഇറച്ചി കിട്ടുമ്പോഴൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പൊ ഇത് കടകളിലൊക്കെ സുലഭമാണ്. ഇനി ഉണങ്ങി ഇറച്ചിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇടിയിറച്ചിയായിട്ട് അങ്ങനെയാണെങ്കിലും കിട്ടും. ചില സാധനങ്ങൾ കടയിൽ നിന്ന് കിട്ടുമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനോട് ഒരു പ്രിയം കൂടുതലില്ലേ? അങ്ങനെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഉണക്കറച്ചി. കാരണം നമ്മുടെ വീടിന്റെ അടുപ്പിന്റെ പുകയേറ്റ് അല്ലെങ്കിൽ ചൂടേറ്റ് ഉണങ്ങുന്ന ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഉണക്കറച്ചി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ചെറിയുള്ളിയും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളകും, അത് രണ്ടും വളരെ നിർബന്ധമാണ് കേട്ടോ. ഞാനിവിടെ കുരുമുളകല്ലാതെ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ആ ഇറച്ചി വറുത്ത എണ്ണയില്ലേ അതിലോട്ട് തന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് കുരുമുളക് പൊടി ഇടും. പിന്നെ കരിയാപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. പാകത്തിന് ഉപ്പ് ഒഴിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ കാര്യം നിസ്സാരം, നമ്മൾ ചതച്ചു വെച്ച ഇറച്ചിയില്ലേ അത് ഇതിൻ്റെ തൊട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. പിന്നെ നല്ല ചൂട് ചോറിന്റെ കൂടെ ഇതിനേക്കാൾ നല്ല കോമ്പിനേഷൻ ഉണ്ടോ? പിന്നെ ഇതൊരു പഴയകാല വിഭവമാണെങ്കിലും ഇതിന്റെ വിലയും രുചിയും ഗുണവും ഒക്കെ ഇന്നും വളരെ ടോപ്പിൽ തന്നെയാണ് കേട്ടോ. ലോകത്തിന്റെ ഏത് കോണിൽ പോയി താമസിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടുക്കിക്കാർക്ക് ഈ എല്ലും കപ്പയും അല്ലെ ഇടിയിറച്ചിയൊക്കെ വിട്ട് ഒരു കളിയില്ല.